ഓക്കെ ശരി. ഓക്കെ ഓക്കെ താങ്ക് ഓക്കെ, യു. മെറി ക്രിസ്മസ്. അപ്പോൾ ഓക്കെ. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ എന്നോടൊപ്പം ചേരുകയാണ്. ശ്രീ രാധാകൃഷ്ണൻ ചാത്തന്നൂർ, ഇവിടെ മുഖ്യമന്ത്രി വിലപിക്കുകയാണ്. ക്രിസ്മസിന് നേരെ ആക്രമണം നടക്കുന്നു, ആഘോഷങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. പക്ഷേ ഡിവൈഎഫ്ഐക്കാരും സി പി എംകാരും ഇന്ന് വേറൊരു സംഘത്തെ ആക്രമിച്ചിരിക്കുന്നു. അപ്പം ഞങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പം ആയാൽ മാത്രം ക്രിസ്മസ് മതി എന്നാണോ അത് നൽകുന്ന സന്ദേശം? അതോ ഇത് അടികൂടുന്നതിനെയൊക്കെ പിന്നെ രാഷ്ട്രീയവൽക്കരിക്കുകയാണോ? പ്രാദേശികമായിട്ട് ചില വ്യക്തികളിൽ അധിഷ്ഠിതമാണ് ഇത്തരത്തിലുള്ള ഇഷ്യൂസ്. ഇതിനൊന്നും പാർട്ടി നേതൃത്വമോ അല്ലെങ്കിൽ പാർട്ടി നയങ്ങളോ ആയിട്ട് പുലബന്ധം പോലും ഇല്ല. പിന്നെ എനിക്ക് മറ്റൊന്ന് പറയാനുള്ളത്, ഇന്നലെ തന്നെ ബംഗ്ലാദേശിലോ മറ്റോ ഒരു ഇഷ്യൂ ഉണ്ടായല്ലോ. അതിന്റെ പ്രതിഫലനമായിട്ട് നമ്മളുടെ പിന്നെ എംബസിയുടെ മുന്നിൽ ഇവിടുത്തെ ആൾക്കാർ ധർണ നടത്തുന്നയൊക്കെ സംഭവങ്ങളുണ്ടായി. ഇത് ഞാൻ മതത്തിന്റെ പേരിൽ, ഏത് മതത്തിന്റെ പേരിലായാലും ആക്രമണങ്ങൾ നമുക്ക് ഇന്ത്യയുടെ സംസ്കാരത്തിന് ചേർന്നതല്ല. രണ്ടാമത് എനിക്ക് കാതലായി മറ്റൊരു കാര്യം പറയാനുള്ളത്, രാഷ്ട്രീയത്തിലേക്ക് വരാം. നമ്മുടെ ചാനലുകളിലടക്കം മെനഞ്ഞാന്ന് ഫ്ലാഷ് ന്യൂസ് കാണിച്ചത് ഞാനും നിങ്ങളും ഒക്കെ കണ്ടതാണല്ലോ. നമ്മുടെ ചാനലുകളെല്ലാം ഇന്ത്യ വിഷനിലും അത് കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോഹൻ ഭാഗവതിന്റെ ഒരു പ്രസ്താവന മെനഞ്ഞാന്നുണ്ടായിരുന്നു. താങ്കൾ ഓർക്കുമെന്ന് കരുതുന്നു. എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഫ്ലാഷ് ന്യൂസ് ആയിട്ട് കാണിച്ചാണ്. അതായത് RSSും BJP ഒന്നല്ല എന്ന് അദ്ദേഹം മെനഞ്ഞാന്ന് വ്യക്തമായി കഴിഞ്ഞു. ശരിയല്ലേ? ന്യൂസ് 8 നല്ല അദ്ദേഹത്തിന്റെ പ്രസ്താവന ഏത് ചാനലാന്ന് ഞാൻ ഓർക്കുന്നില്ല, മെനഞ്ഞാന്ന് പറയുന്നതാണ്. അപ്പം ഇത് രണ്ടിന്റെയും പ്രവർത്തനം ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണ്, BJPയുടെ അസ്തിത്വം എന്ന് പറയുന്നത് RSS ആണ്. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ മനോഹരമായ ഈ ശരീരത്തിൽ അസ്ഥികളില്ലെങ്കിൽ വെറും മാംസപിണ്ഡമാണല്ലോ എന്ന് പറയുന്നത് പോലെ അതിന് രൂപമില്ല. ശരീരത്തിന് അസ്ഥിയില്ലെങ്കിൽ രൂപമില്ല എന്ന് പറയുന്നത് പോലെ RSSും BJPയും ഒന്നല്ല എന്ന് പറയുമ്പോൾ പോലും RSSന്റെ BJPയുടെ അസ്തിത്വമാണ് RSSന്റെ നയങ്ങൾക്കപ്പുറത്ത്, ഹിന്ദുത്വമായിട്ടുള്ള നയങ്ങൾക്കപ്പുറത്ത് എത്രത്തോളം അവർ നാടകം കളിച്ചാലും, പ്രധാനമന്ത്രി ഏത് പള്ളികളിൽ പോയാലും ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുന്നില്ല. നമ്മൾ രാജ്യത്താകെ തന്നെ ജനങ്ങൾ ആശങ്കയുണ്ട്. നമ്മൾ കേരളത്തിൽ പോലും, നമ്മളൊക്കെ പ്രബുദ്ധ കേരളം എന്നൊക്കെ നമ്മൾ പണ്ട് പറയുമല്ലോ. എന്തെങ്കിലും ഒരു അന്യ സംസ്ഥാനങ്ങളിൽ ഒരു വിഷയം നടക്കുമ്പോൾ നമ്മൾ പറയും, അതൊക്കെ തമിഴ്നാട്ടിലല്ലേ, അതങ്ങ് വടക്കേ ഇന്ത്യയിലല്ലേ, UP യിലല്ലേ, നമ്മളൊക്കെ സംസ്കാര സമ്പന്നരും മലയാളികൾ എന്ന് പറയുന്നിടത്ത് പോലും സമീപകാലത്തായിട്ട് ശബരിമല വിഷയം പോലുള്ള വിഷയങ്ങളെ അടിസ്ഥാനമാക്കി തീവ്രമായ മത രീതിയിലേക്ക്, അത് സ്ത്രീകളാണ് ഇപ്പൊ കൂടുതൽ, അതാണ് അപകടം. സ്ത്രീകളിലാണ് ഈ മതസ്പർദ്ധ കൂടുതൽ ഇപ്പോൾ വളർന്നു വരുന്നതായിട്ടാണ് ഒരു രാഷ്ട്രീയക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. സ്ത്രീകളുടെ ഒരു മതമൊക്കെ പറയുമ്പോൾ ഞാനത് മതം ഏതൊന്നും പറയുന്നില്ല, ഏത് മതമായാലും ആപത്താണ്. ആ സ്ത്രീകളുടെ ആവേശമാണ് പുരുഷന്മാരെക്കാളും ഇപ്പോൾ നമ്മൾ മീഡിയയിലൊക്കെ വളരെയധികം കണ്ടുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയത്തിലും അതുപോലെ തന്നെയാണ്. സ്ത്രീകൾ മുന്നോട്ട് വരണം, അത് തന്നെയാണ് നമ്മൾ. കാരണം ഈ ജെൻഡർ ഇക്വാലിറ്റി വേണം, സ്ത്രീകൾ മുന്നോട്ട് വരണം. അപ്പൊ ഇതൊക്കെ ഒരു മതത്തിലൂന്നിയ അല്ലെങ്കിൽ മതസ്പർദ്ധയോടെ കാണുന്ന ഒരു തരത്തിലേക്ക് അപകടകരമായി സ്ത്രീകൾ പോലും ചിന്തിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സംസ്കാര സമ്പന്നമായ കേരളം അപകടത്തിലോട്ട് പോകുന്നോ എന്നൊരു ആശങ്ക എനിക്കുണ്ട്. ഞാനൊന്ന് മനസ്സിലാക്കട്ടെ, ബഹുമാനപ്പെട്ട ശ്രീ മനു ആണെന്നാണെന്ന് എനിക്ക് തോന്നുന്നു, കാരണം ഞാനിന്ന് TV കണ്ടില്ല. അപ്പൊ ബഹുമാനപ്പെട്ട താങ്കൾ മനസ്സിലാക്കണം, ഈ 3 മതങ്ങളിലെയും ദൈവങ്ങൾ ഒന്നാണെന്ന് കാണിക്കുന്നതാണ് നമ്മുടെ ഈ അന്തരീക്ഷം. നമുക്കറിയാമല്ലോ, ക്രിസ്മസ് ഈ അന്തരീക്ഷത്തിൽ പ്രത്യേക തണുപ്പും ഈ അന്തരീക്ഷത്തിന്റെ ഒരു പരിമളമൊക്കെ താങ്കൾക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. എനിക്ക് പരിചയമുള്ള കുറെ മുസ്ലിം പള്ളികളുണ്ട്. അവിടെയൊക്കെ ആഴ്ചകളോളം പ്രഭാഷണം അവർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അവർക്കും ഒരു പരിധിവരെ ഈ സീസണിൽ ഒരു വിശേഷമുണ്ട് അവരുടെ പള്ളികളിൽ. ക്രിസ്ത്യൻസിന്റെ പറയണ്ടല്ലോ, ക്രിസ്മസ് ആണ്. ഹിന്ദുക്കൾക്ക് മണ്ഡലകാലമാണ്. അപ്പോൾ ഈ 3 ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് നേരത്തെ പറഞ്ഞ കണക്ക് റിലീജിയൻ ഈക്വാലിറ്റി അന്തരീക്ഷം പോലും പറയുകയാണ് നമ്മോട്. മുസ്ലിം പള്ളികളിൽ പ്രഭാഷണ പരമ്പരകൾ നടക്കുന്നു. ക്രിസ്മസിന്റെ ആഘോഷങ്ങൾ ക്രിസ്ത്യൻ പള്ളികളിൽ നടക്കുന്നു. ഹിന്ദു അമ്പലങ്ങളിൽ നമ്മുടെ മണ്ഡലകാലം നടക്കുന്നു. അപ്പൊ പ്രകൃതി പോലും റിലീജിയൻ ഈക്വാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ സ്ത്രീകളടക്കമുള്ള കേരളത്തിലടക്കം പ്രബുദ്ധ മലയാളി പോലും ഇന്ന് മതപരമായി ചിന്തിക്കുന്ന അപകടത്തിലേക്ക് പോകുന്നു. ഭാവിയിൽ വലിയ ദൂരവ്യാപകമായ ഫലമുണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം, കൃത്യവുമാണ്. അപ്പൊ എന്നോടൊപ്പം കിഷോർ ചേർന്ന്